കോൺഗ്രസിന്റെ പ്രതിനിധി സ്വപ്ന രാമേന്ദ്രൻ ചേരുന്നുണ്ട്. ടീച്ചർ KS ജയ CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ജില്ലാ സെക്രട്ടറി അംഗമാണ് അല്ലേ? അപ്പോൾ BJP അവകാശപ്പെടുന്നത് സാധാരണ എല്ലാവർക്കും അംഗീകാരമുള്ള സ്ത്രീകളെ കൊണ്ടുവന്ന് രാഷ്ട്രീയമില്ലാതെ വികസനം ചർച്ച ചെയ്യുന്ന ഒരു തരത്തിലുള്ള പരിപാടിയാണ് എന്ന് പറയുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഒരു ഇതിനെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 100 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 2024 പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ്. ആ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. കാരണം ഈ 2024 പുതുവർഷം പിറന്നപ്പോൾ നമ്മളൊക്കെ കണ്ടത് അങ്ങ് മണിപ്പൂരിൽ 5 പേര് വെടി ഉതിർത്ത് മരിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലായത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മുടെ രാജ്യം അരക്ഷിതാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഉന്നാവയിലും കത്വായിലും ഒക്കെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യം തന്നെ മറ്റുള്ള രാജ്യങ്ങൾ 150ഓളം വരുന്ന രാജ്യങ്ങളുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഈ ഇന്ത്യ രാജ്യം നിൽക്കുന്നത് 140ാം സ്ഥാനത്താണ്. ക്രിമിനൽ കുറ്റങ്ങളുടെ കയ്യിലൊക്കെ എടുത്തു നോക്കുമ്പോൾ 140ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് എന്ന് നമുക്കറിയുമ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ക്രൈം റെക്കോർഡുകൾ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നിട്ടുള്ള 9.5 വർഷം കൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 49.5% ക്രിമിനൽ അതായത് കേസുകളാണ് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും അരക്ഷിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊന്നും നടപ്പിലാകാതെ, ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ്, ഒരു 3 ടൈമായിട്ട് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പൊ നമുക്കൊക്കെ അറിയാം, ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ടുള്ള 200 രൂപ പോലും കൊടുക്കാൻ സാധിക്കാതെ 200-300 രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ അതുപോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യഘട്ട പ്രചരണം കേരളത്തിൽ നടത്താനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ഏതൊരാൾക്കും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം നമുക്കറിയാം, ലോകത്തിലെ തന്നെ ആരാധ്യരായ നേതാക്കളെ കൂട്ടത്തിലാണ് അദ്ദേഹം എന്നാണ് ലോകമാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അത്രയും ഉന്നതനായ ഒരു വ്യക്തി വരുമ്പോൾ അത് ഈ തൃശ്ശൂരിൽ സ്വാധീനം ഉണ്ടാക്കില്ല എന്ന് കരുതാൻ പറ്റും? ഒരിക്കലുമില്ല. ഈ കേരളത്തിന്റെയും ഈ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരെയും ആദരിക്കുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒന്നാണ്. പക്ഷെ കൃത്യമായിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം എന്താണ് ചെയ്യണതെന്ന്. ഈ ഒരു വരവോടുകൂടി ഈ തൃശ്ശൂരിൽ നമുക്കറിയാം 27% വോട്ടാണ് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ചപ്പോൾ കിട്ടിയതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഇപ്പോഴത്തെ നിങ്ങളൊക്കെ കുറെ സർവേകൾ, മാധ്യമങ്ങളുടെ കുറെ സർവേകൾ കണ്ടപ്പോൾ അത് 21% കുറയാണ് ചെയ്തത്. കൂടി വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നതെങ്കിൽ അതിൽ പ്രത്യേകിച്ച് സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ. ഞാൻ വലിയൊരു ഹിന്ദു വിശ്വാസിയാണ്. നിങ്ങളെക്കാൾ കൂടുതലൊക്കെ ഇവരെ ഈ BJP പറയുന്നതിനേക്കാൾ കൂടുതൽ അമ്പലത്തിൽ പോകുകയും കൃത്യമായിട്ട് അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാത്തിനെയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയുന്നു, ഈ ഇവിടെ നിൽക്കുന്ന തെക്കേ ഗോപുരനടയിൽ നിന്ന് വടക്കുനാഥന്റെ മണ്ണിൽ നിന്ന് പറയുന്നു, നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയായിട്ടുള്ള കൊടുങ്ങല്ലൂർ അമ്മയുടെ ബാക്കിൽ നിന്ന് ചേരമൻ ജുമാ മസ്ജിദൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പറയുന്നു, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുള്ള ഒരു തൃശ്ശൂര് ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ കൊണ്ടൊന്നും ഒരിക്കലും തൃശ്ശൂരിനെ എടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള അവിടെ മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ കോൺഗ്രസ് UDF മുന്നോട്ട് വെക്കുന്നു അത് തന്നെയാണ്. അത്തരത്തിലുള്ള ഇപ്പോൾ BJPക്ക് ഇവിടെ അധികാരം പിടിക്കുക എന്നുള്ളതൊക്കെ എത്രയോ അകലെയാണെങ്കിൽ പോലും BJP ഇവിടെ ലോക്സഭയിൽ കൂടി ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ട്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകും എന്നാണ് UDF കരുതുന്നത്. നമുക്ക് ഇവിടെ 9.5 വർഷമായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണം തന്നെയാണ് നമ്മളൊക്കെ കാണുന്നത്. ഈ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് നമുക്കറിയാം. ഇത്രയും വർഷമായിട്ട് നമ്മുടെ ക്രൈം റെക്കോർഡുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്ര അരക്ഷിതാവസ്ഥയാണ്. അതുപോലെ തന്നെ ദളിതരായിട്ടുള്ള എത്ര സ്ത്രീകൾക്ക് നേരെ, എന്തിനു പറയുന്നു, മണിപ്പൂരിൽ പോലും സ്ത്രീകളെ നഗ്നരായിട്ട് നടത്തി അവരെ കൊല്ലുന്ന ഒരവസ്ഥ പോലും നമ്മൾ പീഡിപ്പിച്ച് കൊല്ലുന്നത് ഉണ്ടായിട്ട് പോലും അത് ഈ BJP ഭരിക്കുന്ന അങ്ങ് മധ്യപ്രദേശിലൊക്കെ BJPയുടെ ഏറ്റവും വലിയ കുത്തകയെന്ന് BJP അവകാശപ്പെടുന്ന മധ്യപ്രദേശിൽ പോലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പീഡനം നേരിടുന്നത് നമ്മളൊക്കെ സ്ത്രീകളൊക്കെ അരക്ഷിതാവസ്ഥയിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. അത് തന്നെ ആവർത്തിക്കാനാണ് ഈ തൃശ്ശൂരിലേക്ക് ഒരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കേരളത്തിൽ തുറക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ്, ഒരു വ്യാമോഹം കൊണ്ടാണ് BJP ഇപ്പോൾ ഇങ്ങനൊരു പ്രഹസനം നടത്തുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം.